എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 140 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ദി റേഷ്യോ ഓഫ് ദി ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ഈസ് 2:3:5 ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് 3750 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് അല്ലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു റെക്ടാങ്കുലർ ബോക്സ്, ഒരു ചതുരപ്പെട്ടി, ആ ചതുരപ്പെട്ടിയുടെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം അല്ലെ, റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2:3:5 അല്ലെ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം റഫായിട്ട് ഒരു ചതുരപ്പെട്ടി വരച്ചു നോക്കാം. അപ്പോൾ റഫായിട്ട് അല്ലേ, അപ്പോൾ ഇത് വരയ്ക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒരു ചതുരപ്പെട്ടി വരയ്ക്കുന്നത്. അല്ലാണ്ട് ഇതിനൊന്നും നമ്മൾ ചതുരപ്പെട്ടി വരച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ചതുരപ്പെട്ടി വരച്ചു. ഓക്കെ, ഇതിൻ്റെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നീളം എന്ന് വിചാരിക്കുക, ഇത് നീളം. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതിപ്പോൾ നമുക്ക് 2 അല്ലേ, 2:3:4 അല്ലേ. അപ്പോൾ ഇതിൻ്റെ വീതി 3 ആണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? 5 അല്ലേ. അപ്പോൾ ഇതാണ് റേഷ്യോ. അപ്പോൾ നീളം ഈസ്റ്റു വീതി ഈസ്റ്റു ഉയരം അല്ലേ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ എന്താണ്? നീളം ഇപ്പം നമ്മൾ L എന്ന് കൊടുത്തു, നീളം ലെങ്ത്ത് ഈസ്റ്റു വീതി വിഡ്ത്ത് എന്ന് കൊടുത്തു W, ഇനി ഹൈറ്റ് H എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ L:W:H, അതായത് ലെങ്ത്ത് ഈസ്റ്റു വിഡ്ത്ത് ഈസ്റ്റു ഹൈറ്റ്. ഏതാണ് റേഷ്യോ? 2:3:5. 2:3:5 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ. റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ലെങ്ത് എന്താക്കി എടുക്കാം? 2x ആണെന്ന് വിചാരിക്കാം, 2x ആയിട്ട് എടുക്കാം. വിഡ്ത്ത് 3x, ഹൈറ്റ് 5x അല്ലേ. അപ്പോൾ നമുക്ക് അത് എഴുതാം. ലെങ്ത് നമുക്ക് ഇവിടെ 2 ആയതുകൊണ്ട് 2x, ഇനി വിഡ്ത്ത് വിഡ്ത്ത് 3 ആയതുകൊണ്ട് നമുക്ക് 3x എന്ന് എഴുതി. ഇനി ഹൈറ്റ് 5 ആയതുകൊണ്ട് നമ്മൾ 5x എഴുതി അല്ലേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ നീളം എത്രയായി? 2x ആണ് ഇതിൻ്റെ നീളം, ഇതിൻ്റെ വീതി 3x, ഇതിൻ്റെ ഹൈറ്റ് 5x. ക്ലിയർ ആയില്ലേ? ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഇതിൻ്റെ വോളിയം തന്നിട്ടുണ്ട് അല്ലേ, അതായത് വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം. വോളിയം, വ്യാപ്തം എത്രയാണ് വ്യാപ്തം തന്നിട്ടുള്ളത്? 3750 അല്ലേ, ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ നമുക്കാണെങ്കിൽ CM ക്യൂബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ വോളിയം തന്നിട്ടുണ്ട് 3750. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നീളവും വീതിയും ഹൈറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? വോളിയം തന്നിട്ടുള്ളത്. അപ്പോൾ ഉടനടി നമുക്ക് ഓർമ്മ വേണം, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചതുരപ്പെട്ടിയുടെ വോളിയം എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ് അല്ലേ. അത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, ഇത് മൂന്നും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഇതിൻ്റെ വോളിയം കിട്ടും അല്ലേ. അതായത് വോളിയം എന്ന് പറഞ്ഞാൽ L ഇൻറ്റു നീളം ഇൻറ്റു വീതി W വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഇതാണ് വോളിയം. ശരിയല്ലേ? അപ്പോൾ വോളിയം നമുക്ക് 3750 തന്നിട്ടുണ്ട് അല്ലേ. ഇനി നോക്കിയാൽ ഇവിടെ ലെങ്ത് എത്രയാണ്? 2x നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ L-ന് പകരം എന്ത് കൊടുക്കാം? 2x എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, ഇൻറ്റു വിഡ്ത്ത് എത്രയാണ്? 3x ഇൻറ്റു ഹൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 5x അല്ലേ, 5x. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതിയും? 2x ഇൻറ്റു 3x ഇൻറ്റു 5x ഈസ് ഈക്വൽ ടു എത്ര വരും? 3750, അതായത് ഇതിൻ്റെ വോളിയം. ഓക്കെ, ഇനി നോക്കിയാൽ 2x ഇൻറ്റു 3x ഇൻറ്റു 5x അല്ലേ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 3 ഇൻറ്റു 5, 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 5 30. അപ്പോൾ നമുക്കിവിടെ 30 എന്ന് കിട്ടി. ഇനി നോക്കിയാൽ x ഇൻറ്റു x ഇൻറ്റു x അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നമുക്കറിയാം x ഇൻറ്റു x നമ്മൾ എന്ത് പറയും? x² എന്ന് പറയും അല്ലേ. x² എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? x-നെ 2 പ്രാവശ്യം ഗുണിക്കണം, x ഇൻറ്റു x, ഇതാണ് x². ഇവിടെ x ഇൻറ്റു x ഇൻറ്റു x 3x വരുന്നുണ്ട് അല്ലേ. x ഇൻറ്റു x ഇങ്ങനെ വന്നാൽ നാം എന്ത് ചെയ്യാം? x-നെ 3 പ്രാവശ്യം ഗുണിക്കണം. ഇവിടെ 2 ഇടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ 2 പ്രാവശ്യം ഗുണിക്കുന്നത് അല്ലേ. x ഇൻറ്റു x 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 2 എന്ന് എഴുതി, 2 ഇട്ട് ഇവിടെ 3 പ്രാവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? x ഇട്ടിട്ട് ഇവിടെ 3 എന്ന് എഴുതും. അതായത് ഇതിനെ എന്തെന്ന് നമ്മൾ പറയുക? x³ എന്ന് പറയും
ക്ലിയർ ആയില്ലേ? അതായത് എക്സിൻ്റെ ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സിനെ 3 പ്രാവശ്യം എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 30, 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 5 30 എന്ന് കിട്ടി. ഇനി എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് ക്യൂബ് എന്ന് എഴുതാം അല്ലേ? എക്സ് റേസ് ടു 3 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് 3 പ്രാവശ്യം ഉണ്ടെന്ന് അല്ലേ? 3 പ്രാവശ്യം ഗുണിക്കുന്നു. ക്ലിയർ ആയില്ലേ? സീക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 3750. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം നോക്കിയാൽ എക്സിൻ്റെ കൂടെ എക്സ് ക്യൂബ് ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ഉള്ള നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ 3750 എഴുതി ഇൻറ്റു അല്ലേ? ഇൻറ്റു 30 ഇൻറ്റു അല്ലേ? അപ്പോൾ ഇൻറ്റു എന്നുള്ളത് ബൈ ആയി മാറി. ഇനി 30 ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3750നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 ഉണ്ട് ഇവിടെ, ഈ 0 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി 375 ഹരിക്കണം 3 അല്ലേ? അപ്പോൾ ഇവിടെ വെട്ടിച്ചെറുതാക്കാൻ അറിയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നോക്കിയാൽ 3നെ ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഒരു പ്രാവശ്യം. 7ൽ 3 2 പ്രാവശ്യം അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 3 6 ബാക്കിയുടെ 1 ഉണ്ട്. അപ്പോൾ 15, 15ൽ 3 5 പ്രാവശ്യം കണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതല്ലാത്തവർ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 375 ഹരിക്കണം 3 അല്ല, ഇതേപോലെ ഹരിക്കുക, നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ. അപ്പോൾ 3ൽ 3 ഒരു പ്രാവശ്യം, 1 ഇൻറ്റു 3 3. ഇനി എന്ത് വരും? 7ന് ഇറക്കിട്ടു. 7ൽ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. 2 ഇൻറ്റു 3 6, 1. ഇനി 5 ഇറക്കിട്ടു. 15ൽ എത്ര 3 ഉണ്ട്? 5 3 അല്ലേ? 5 ഇൻറ്റു 3 15. ഇതുപോലെ ചെയ്തിടാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 125 കിട്ടി അല്ലേ? അതായത് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. ശ്രദ്ധിക്കാം, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 അല്ലേ? അതായത് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 125 നമുക്കൊന്ന് ഘടകങ്ങളാക്കി നോക്കാം. മനസ്സിലായില്ലേ? ഒന്ന് ഘടകങ്ങളാക്കാം. എങ്ങനെയാണ് ഘടകങ്ങളാക്കാം? ഒന്ന് നോക്കിയാൽ 125 നമുക്കറിയാം ഘടകങ്ങളാക്കാൻ അറിയാം അല്ലേ? ഇതിന് നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ 5 ആണ് അല്ലേ? ഓഡ് നമ്പറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 3 കൊണ്ട് പറ്റുമോ? എങ്ങനെയാണ് 3 കൊണ്ട് പറ്റുമോ നോക്കാം. ഞാനത് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? ഇവിടേക്ക് 2ഉം 1ഉം 3, 3ഉം 5ഉം 8. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടുന്നത് അല്ലേ? 8നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഈ സംഖ്യയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് 4 പറ്റില്ല, ഇനി പറ്റില്ല 5 ആണ് അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം എന്താ? ഇവിടെ 5 എടുക്കുന്നത്. ഇവിടെ 5ഓ 0ഓ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം പോകും? എത്ര 5 ഉണ്ട്? 2 5 അല്ലേ? 2 5 ഉണ്ട് 10ൽ. അപ്പോൾ ബാക്കി 10 കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ 2 ഉണ്ട് അല്ലേ? ബാക്കി 25 ഉണ്ട്. 25ൽ എത്ര 5 ഉണ്ട്? 5 5 ഇൻറ്റു 5 25. ഇനി നമുക്ക് വീണ്ടും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 5 കൊണ്ടേ പറ്റുള്ളൂ അല്ലേ? 25ന് വേറൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ 5 കൊണ്ട്. 25ൽ എത്ര 5 ഉണ്ട്? 5 5 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 125നെ ഘടകങ്ങളാക്കി 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതി അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് അല്ലേ? വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, അതാണ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ. സീക്വൽ ടു 125 നമ്മൾ എങ്ങനെ എഴുതി? 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതി. 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതി. ഓക്കെ, കണ്ടോ? അപ്പോൾ എക്സ് ഇൻറ്റു ഇവിടെ ഞാൻ എക്സ് 5 എന്ന് എഴുതിയത്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5. ക്ലിയർ ആയില്ലേ? അതല്ലെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാം? എക്സ് ക്യൂബ് 125 എക്സ് എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 125, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ആണ്. അത് എത്ര കിട്ടി? 5 ഇൻറ്റു 5. 125 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 അല്ലേ? 5. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ കിട്ടി 5. ഇനി നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ വാല്യൂ അല്ലേ? ലെങ്ത് 2x ആണ്, വിഡ്ത്ത് 3x ആണ്, ഹൈറ്റ് 5x ആണ് അല്ലേ? അപ്പോൾ ഇതിലേക്ക് ആ എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത് നീളം സീക്വൽ ടു 2x അല്ലേ? 2x സീക്വൽ ടു 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു 5 സീക്വൽ ടു 10 അല്ലേ? അപ്പോൾ ലെങ്ത് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി വിഡ്ത്ത് വീതി
വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3x ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് 5, 3 ഇൻറ്റു 5 15, അപ്പോൾ 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഹൈറ്റ്, ഉയരം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5x അല്ലേ, 5x ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് 5 ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് ബീഡ്സ് ഓഫ് 3 കളേഴ്സ്. അതായത് ഒരു ബോക്സിൽ, ഒരു പെട്ടിയിൽ 3 നിറത്തിലുള്ള ബീഡ്സുകളുണ്ട് അല്ലേ, അതായത് മുത്തുകളുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ടു ദി നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഈസ് 3:5 അല്ലേ. അതായത് 3 കളറിലുള്ള മുത്തുകളുണ്ട്, അതിൽ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 3:5. പിന്നെയോ ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ടു ദി നമ്പർ ഓഫ് ദി റെഡ് ബീഡ്സ്. അതായത് വൈറ്റും റെഡും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 2:3. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള റേഷ്യോ, ഇപ്പോൾ തന്നിട്ടുള്ളത് വൈറ്റും റെഡും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബീഡ്സ് ഓഫ് ഓൾ 3 കളേഴ്സ്? അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് നിറത്തിലുള്ള ബീഡ്സുകളും തമ്മിലുള്ള റേഷ്യോ, അംശബന്ധം എന്തായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ചോദ്യം നോക്കിയാൽ ഒരല്പം വ്യത്യാസമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം നോക്കിയാൽ ഒരു ബോക്സിൽ 3 കളറിലുള്ള ബീഡ്സ് ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ നോക്കിയാൽ ഇതിപ്പോൾ ഒരു ബോക്സ് അല്ലേ, ഇവിടെ ബോക്സിനൊന്നും പ്രാധാന്യമില്ല, ഇവിടെ കളർ അല്ലേ, ബീഡ്സിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അല്ലാണ്ട് ഇവിടെ ബോക്സും ഇതിൻ്റെ നീളം വീതിയും തമ്മിലൊരു ബന്ധമില്ല. ഇത് പോട്ടെ, ഇതൊരു ബോക്സ്. ഈ ബോക്സിൽ കുറേ എന്തുണ്ട്? ബീഡ്സുകളുണ്ട് അല്ലേ, ബീഡ്സുകളുണ്ട്. ഈ ബീഡ്സിൻ്റെ കളർ ഏതൊക്കെയുണ്ട്? ഇതിൽ ചുവപ്പ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട് അല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള ബീഡ്സ് ഇതിലുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. അതിൽ ആദ്യം നമുക്ക് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട് അല്ലേ. ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട്. എത്രയാണ്? 3:5 അല്ലേ. അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. ബ്ലാക്ക് ഈസ് വൈറ്റ്. ഓക്കെ, അതായത് ബ്ലാക്ക് ബീഡ്സ് ഈസ് വൈറ്റ് ബീഡ്സ് അല്ലേ. ഞാൻ ബ്ലാക്ക് ഈസ് വൈറ്റ് എന്ന് എഴുതിയിട്ടുള്ളൂ. എന്താണ് നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ? 3:5 അല്ലേ. അതായത് 3 ബ്ലാക്ക് ബീഡ് ഉണ്ടെങ്കിൽ 5 വൈറ്റ് ബീഡ് ഉണ്ടായിരിക്കും. ഇതാണ് റേഷ്യോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ബ്ലാക്ക് ഈസ് വൈറ്റ് അല്ലേ, അതായത് ബ്ലാക്ക് ബീഡുകളും വൈറ്റ് ബീഡുകളും തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബ്ലാക്ക് ബീഡുകളുടെ, അതായത് കറുത്ത മുത്തുകളുടെ എണ്ണം എത്രയാണെന്ന് പറയാം? 3x എന്ന് പറയാം അല്ലേ, നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ. അതുപോലെ തന്നെ വൈറ്റ് വെള്ള മുത്തുകളുടെ എണ്ണം എത്രയാണെന്ന് പറയാം? 5x എന്നും പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്, അതായത് കറുത്ത മുത്തുകളുടെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ 3:5 ആയതുകൊണ്ട് 3x അല്ലേ. അതുപോലെ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് അല്ലേ, വൈറ്റ് ബീഡ്സ് വെള്ള മുത്തുകളുടെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ 5 ആയതുകൊണ്ട് 5x അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലുള്ള ബ്ലാക്ക് മുത്തുകളുടെ എണ്ണം കിട്ടി 3x ആണ്, വെള്ള മുത്തുകളുടെ എണ്ണം കിട്ടി 5x ആണ് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യം നമുക്ക് കിട്ടി. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? വൈറ്റ് ബീഡും റെഡ് ബീഡും തമ്മിലുള്ള റേഷ്യോ വന്നിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇനി തന്നിട്ടുള്ളത് വൈറ്റ് ബീഡും വൈറ്റും റെഡും അല്ലേ. ഇവ തമ്മിലുള്ള റേഷ്യോ, അത് വൈറ്റ് ബീഡും റെഡ് ബീഡും വെള്ള മുത്തുകളും ചുവന്ന മുത്തുകളും തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട്. എന്താണ് റേഷ്യോ? 2:3. ഓക്കെ, അപ്പോൾ വെള്ളയും ചുവപ്പും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ഇതിൽ വൈറ്റ് ബീഡ് എത്രയാണെന്ന് നമുക്കറിയാലോ. എത്രയുണ്ട്? വൈറ്റ് ബീഡ് തന്നെ 5x ആണ് അല്ലേ, നമുക്കറിയാം. റെഡ് ബീഡ് എത്രയാണെന്ന് നമുക്കറിയില്ല. ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റെഡ് ബീഡുകളുടെ എണ്ണം അല്ലേ, അതായത് x വെച്ചിട്ട് നമുക്ക് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാം? ഇതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം, ഫ്രാക്ഷൻ ആക്കി എഴുതാം അല്ലേ. അപ്പോൾ നോക്കിയാൽ വൈറ്റ് ഈസ് ടു റെഡ് എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? വൈറ്റ് ഈസ് ടു റെഡ് എന്നുള്ളത് വൈറ്റ് ബൈ റെഡ് അല്ലേ. വൈറ്റ് ബീഡും റെഡ് ബീഡും തമ്മിലുള്ള റേഷ്യോ നമ്മൾ വൈറ്റ് ബൈ റെഡ് എന്ന് എഴുതി. ഈക്വൽ ടു 2/2:3ക്ക് 2/3 എന്ന് എഴുതി. ക്ലിയർ ആയില്ലേ? അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നോക്കിയാൽ വൈറ്റ് ബീഡ് എത്രയാണ് നമുക്കറിയാം. എത്രയാണ്?
5x ആണ് അല്ലേ, വൈറ്റ് ബീഡിനുള്ള 5x. അപ്പോൾ നമുക്കിവിടെ വൈറ്റ് ബീഡിന് പകരം 5x എന്ന് കൊടുത്തു ബൈ റെഡ് ബീഡ് നമുക്കറിയില്ല, അതുകൊണ്ട് റെഡ് ബീഡ് തന്നെ എഴുതി ഈക്വൽ ടു 2/3. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ എന്ത് ചെയ്യാം, ക്രോസ് ഗുണിക്കുക അല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ റെഡ് ബീഡ് ഇൻറ്റു 2 അല്ലേ, അതാ അപ്പോൾ 2 ഇൻറ്റു റെഡ് ബീഡ്, 2 ഇൻറ്റു റെഡ് ബീഡ് എത്രയാണ്, 5x ഇൻറ്റു 3 അല്ലേ, 5x ഇൻറ്റു 3. അപ്പോൾ നോക്കിയേ 2 ഇൻറ്റു അല്ലേ, 2 ഇൻറ്റു റെഡ് ബീഡ് സീക്വൽ ടു എന്ത് കിട്ടി, 5 ഇൻറ്റു 3 15 അല്ലേ, അപ്പോൾ നമുക്ക് 15x എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റെഡ് ബീഡ് കണ്ടുപിടിച്ചൂടെ, റെഡ് ബീഡ് എത്രയായിരിക്കും എണ്ണം, 15x, ഇപ്പുറത്ത് 15x ഉണ്ട് ബൈ ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആണ് ഇവിടെ അല്ലേ, അതിങ്ങോട്ട് പോകുമ്പോൾ ബൈ 2 ആയി. അപ്പോൾ ഇവിടെ നോക്കിയാൽ റെഡ് ബീഡിൻ്റെ എണ്ണം കിട്ടി എത്രയാണ്, 15x ബൈ 2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ തൽക്കാലം ഇവിടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇവിടെ റെഡ് ബീഡിൻ്റെ എണ്ണം 15x ബൈ 2 എന്ന് കിട്ടി, ബ്ലാക്ക് ബീഡ് 3x എന്ന് കിട്ടി, വൈറ്റ് ബീഡ് 5x എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് റേഷ്യോ എഴുതിക്കൂടെ, റേഷ്യോ എഴുതാം അല്ലേ. എന്തെന്ന് എഴുതാം, ബ്ലാക്ക് അതായത് ബ്ലാക്ക് ബീഡ്, ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ബീഡ് ഈസ് ടു റെഡ് ബീഡ്. എന്താണ് റേഷ്യോ, ബ്ലാക്ക് 3x അല്ലേ, അപ്പോൾ 3x ഈസ് ടു എന്ത് വരും, വൈറ്റ് 5x ഈസ് ടു റെഡ് 15x ബൈ 2 എന്ന് വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റേഷ്യോ എഴുതുമ്പോൾ എന്താ കോമൺ ആയിട്ടുള്ളത്, ഇപ്പോൾ 2 അല്ലാത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അതുപോലെ ഇവിടെ x ഉണ്ടല്ലോ, x ഉണ്ട്, 3ൽ x ഉണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് 3x ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ 3 എണ്ണത്തിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, x അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം, x പോയി. ഓക്കെ, ഇനി എന്ത് വന്നു, 3:5:15/2 എന്ന് വന്നു. അപ്പോഴും വേറൊരു പ്രശ്നം വരുന്നുണ്ട്, എന്താണ്, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരു റേഷ്യോ എഴുതുമ്പോൾ ഒരിക്കലും എന്ത് പാടില്ല, നാം സാധാരണഗതിയിൽ ഒരു ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എഴുതാറില്ല. അതുപോലെ തന്നെ ഒരു ഡെസിമൽ നമ്പർ ദശാംശസംഖ്യ പോയിന്റ്, ഇപ്പം 3.5 അല്ലെങ്കിൽ 6.5 അങ്ങനെയും നമ്മൾ സാധാരണ എന്തിലെഴുതില്ല, ഈ റേഷ്യോ എഴുതുമ്പോൾ എഴുതാറില്ല. ഇവിടെ എന്ത് വന്നു, 3:5:15/2 എന്ന് വന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2 ഒഴിവാക്കണം. 2 ഒഴിവാക്കാൻ എന്താണ് നമുക്ക് മാർഗം, 2 വെറുതെ അങ്ങോട്ട് ഒഴിവാക്കാൻ മായ്ച്ചളയാൻ പറ്റുമോ, പറ്റില്ല. എന്ത് ചെയ്യണം, 2 ഒഴിവാക്കണമെങ്കിൽ ഇവിടെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ 2 അടിയിലത്തെ 2ഉം ഈ 2ഉം ക്യാൻസലായി പോയി അല്ലേ, 2/2 എന്ന് വന്നു. ക്ലിയർ ആയില്ലേ. അപ്പോൾ 2/2 എന്ന് പറയുമ്പോൾ ഈ 2ഉം ഈ 2ഉം അങ്ങോട്ട് ക്യാൻസലായി. അപ്പോൾ ഇവിടെ എന്തായി, 15 മാത്രമായി. അപ്പോൾ നാം എന്താ ചെയ്തത്, 2 കൊണ്ട് ഗുണിച്ചു. എന്തിനുകൊണ്ടാണ് 2 കൊണ്ട് ഗുണിക്കുന്നത്, ഇവിടെ അടിയിൽ 2 ഉണ്ട്, ആ 2 ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു അല്ലേ. ഇപ്പോൾ ഇവിടെ 3 ആണെങ്കിലോ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം, 3 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ ആയില്ലേ. ഓക്കെ, പക്ഷേ ഇവിടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഇവിടെ 2 ഒട്ടും ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ നാം എന്താ ചെയ്തത്, 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യണം, ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കണം, ഇതിനെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിനെയും ഗുണിച്ചു, ഇതിനെയും ഗുണിച്ചു, ഇതിനെയും ഗുണിച്ചു. അപ്പോൾ ഇതിനെ ഗുണിച്ചപ്പോൾ ഇതെന്ത് ചെയ്ത്, ഈ 2 ക്യാൻസലായി പോയി. ഇനി എന്ത് വരും നോക്കിയേ, 3 × 2 6 ഈസ്റ്റു 5 × 2 10 ഈസ്റ്റു 15 × 2 ഇല്ല അല്ലേ, 2 ക്യാൻസലായി പോയില്ലേ, പോയി അല്ലേ. ബാക്കി എന്താ ഉള്ളൂ ഇവിടെ, 15. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ, ബ്ലാക്കും വൈറ്റും റെഡും തമ്മിലുള്ള റേഷ്യോ നമുക്ക് എന്ത് കിട്ടി, 60:10:15. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.